Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Prayer ആരാണ്? Prayer ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം മാം. ഓക്കെ, ആരാണ് ചെയ്തോ കേട്ടോ. ഹൃദയരാഗതീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ തടങ്ങൾ സ്വർഗമാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞാനാണ് മാം. സൽമ. ഗുഡ് ആഫ്റ്റർനൂൺ. Two things are infinite, the universe and human stupidity, and I am not sure about the universe. Albert Einstein. സൈനിങ് ഞാൻ ചെയ്യാം. ഞാന് കുട്ടികളുടെ ഒരു കെയറിനെ പറ്റിയിട്ടാണ്, ഹെൽത്ത് കെയർ ആണല്ലോ, അപ്പോ വാക്സിനേഷനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. മീസിൽസ് റൂബെല്ല നിവാരണ യജ്ഞം 2025 മെയ് 19 മുതൽ 31 വരെ നടക്കുന്നുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് മുൻപും 2 വയസ്സിന് മുൻപും നൽകേണ്ട മീസിൽസ് റൂബെല്ല വാക്സിൻ നൽകാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവ സ്വീകരിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. വാക്സിനേഷൻ കുഞ്ഞിന്റെ അവകാശമാണ്, അത് നൽകുന്നത് നമ്മുടെ കർത്തവ്യമാണ്. 2 ഡോസുകൾ കൊണ്ട് 2 രോഗങ്ങളെ പ്രതിരോധിക്കാം. 6 മാസം മുതൽ 12 മാസം, 16 മുതൽ 24 മാസം എന്നീ ഇടവേളകളിൽ MR വാക്സിന്റെ 2 ഡോസുകൾ നൽകി കുഞ്ഞുങ്ങളെ മീസിൽസ് റൂബെല്ല രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. MR വാക്സിന്റെ എല്ലാ വാക്സിനുകളും MR വാക്സിൻ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇത് 2025 മെയ് 19 മുതൽ 31 വരെ നടക്കുന്നുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തതാണ്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, MR-ഉം MMR-ഉം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. MR-ഉം MMR എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് വാക്സിൻസ് ആണ്. MR എന്ന് പറയുന്നത് മീസിൽസ് റുബെല്ല എന്ന് പറയുന്ന 2 അസുഖങ്ങൾ വരാതിരിക്കാനും, MMR എന്ന് പറയുന്നത് മംസ് മീസിൽസ് റുബെല്ല എന്ന് പറയുന്ന 3 അസുഖങ്ങൾ വരാതിരിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ MR വാക്സിനും MMR വാക്സിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ കുട്ടികളും എടുക്കേണ്ടതാണ്. നമ്മൾ ഇന്ന് മീസിൽസ് പോലെ തന്നെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് മാസ് മുട്ടുനീര് എന്നൊക്കെ പറയും. അത് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, കുട്ടികളായിരിക്കുന്ന സമയത്ത് വരാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വരാനുള്ള ചാൻസസ്. സോ മംസിന്റെ കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണം. മംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആൺകുട്ടികൾക്കാണ് വരുന്നതെങ്കിൽ ചെറുപ്പത്തിലേ വരാണെങ്കിൽ, ഈ വാക്സിൻ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് വരാണെങ്കിൽ അവർക്കത് ഇൻഫെർട്ടിലിറ്റി വരാനുള്ള കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ പെൺകുട്ടികളിലും ഇതേ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ആൺകുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, സ്റ്റഡീസ് പറയുന്നുണ്ട്. സോ MR വാക്സിനും MMR വാക്സിനും എന്തായാലും എല്ലാവരും എടുക്കുക. എല്ലാവരും ഗവൺമെന്റിന് MR വാക്സിൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണ് എന്റെ ഒരു ഓർമ്മ. MMR ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ MMR-ഉം എന്തായാലും എടുക്കേണ്ടതാണ്. ഓക്കെ, അവിടെ MR-ന്റെ ഫസ്റ്റ് ഡോസും MR-ന്റെ സെക്കൻഡ് ഡോസും ആണ് കൊടുക്കാറ്, ഗവൺമെന്റ് കൊടുക്കാറ്. MMR എന്ന് പറയുമ്പോൾ ഒരു വാക്സിനും കൂടി നമുക്ക് എക്സ്ട്രാ ഒരു അസുഖത്തിനും കൂടി ഉള്ള ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ് കിട്ടുന്നത്. MMR എന്ന് പറയുമ്പോൾ മംസ് എന്ന് പറയുന്ന ഒരു അസുഖം നമ്മൾ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ
ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് വർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ മന്ത്സ് കുട്ടികൾ വരുന്നതായിട്ട് കാണാനൊക്കെ പറ്റും. കാരണം ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അത് ഈസിലി സ്പ്രെഡ് ആകും. അപ്പോ ഞങ്ങൾ ഇവിടെ അടുത്തൊരു സ്കൂളില് ഒരു കുട്ടിക്ക് ആദ്യം എന്ത് വന്നു, മംസ് വന്നു. അത് വന്നു എല്ലാവർക്കും ആ ഒരു സ്കൂളിലെ മൊത്തം കുട്ടികൾക്കും ആ ഒരു അസുഖം വരെ 2 ആഴ്ച അടുപ്പിച്ച് ആ സ്കൂൾ ഫുള്ളായിട്ട് അടച്ചിടുകയൊക്കെ ചെയ്തു. സോ ഇതിന്റെ റിസ്ക് മനസ്സിലാക്കി ഈ ഒരു വാക്സിൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കുട്ടികൾ എടുത്തോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കറക്റ്റ് ആയിട്ട് എല്ലാ വാക്സിൻസും എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോ ടീച്ചേഴ്സിനും ഉണ്ട്. എടുത്തിട്ടില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്, അതെന്താ എടുക്കാത്തത്, അല്ലെങ്കിൽ അവർക്ക് എടുക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ്, വാക്സിൻസ് എടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, നമ്മുടെ ഓരോ ടീച്ചേഴ്സിനാണ്. ഓക്കെ, ചോദിച്ചോട്ടെ, ശരിക്കും MMR ന്റെ ഫുൾ ഫോം മീസൽസ് മംസ് റൂബല്ല എന്നല്ലേ? അതെ, മീസൽസ് മംസ് റൂബല്ല. ഞാൻ മംസ് എന്നാണ് ആദ്യം പറഞ്ഞല്ലേ. അതല്ല, മിസ്സിന്റെ അല്ല, നമ്മുടെ ഈ യൂണിറ്റ് 7 അതിന് ഈ മംസിന്റെ താഴെയായിട്ട് കൊടുത്തതിന്റെ അകത്ത് ഫോം എന്ന് പറഞ്ഞ് ഇതിന്റെ ഫോം ആയിട്ട് കൊടുത്തേക്കണം മംസ് മീസൽസ് റൂബല്ല എന്ന് പറഞ്ഞാണ് അവര് ബ്രാക്കറ്റിൽ എഴുതി കൊടുത്തേക്കണേ. ഓക്കെ, ഒരു മിനിറ്റ് നോക്കട്ടെ. നമ്മളുടെ ടെസ്റ്റിലല്ലേ? യൂണിറ്റ് 7 നോക്കട്ടെ. അത് ചിലപ്പോ മീസിൽസ് മംസ് റുബല്ല എന്ന് എഴുതുന്നതിന് പകരം മംസ് മീസിൽസ്, അത് ആ അസുഖങ്ങളായിരിക്കും ചിലപ്പോൾ അവർ ഡീൽ ചെയ്തിരിക്കുന്നത്. ഇന്ന അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഏത് ചാപ്റ്റർ 7 അല്ലേ? നോക്കട്ടെ. എഗെയിൻസ്റ്റ് മീസിൽസ് മംസ് റുബല്ല കറക്റ്റ് ആണല്ലോ. കാണുന്നുണ്ടോ? നമ്മളെ മോക്ക് ടെസ്റ്റില് ഫസ്റ്റ് എഴുതിയവർക്ക് ഇതുണ്ട്, ഇല്ല, ഫെയിൽ ആയിരുന്നു ആൻസർ. മീസിൽസ് ആണ് ഫസ്റ്റ് വരേണ്ടത്. മോക്ക് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിൽ മംസ് ആണ് ഫസ്റ്റ് ഞാൻ എഴുതിയത്. അപ്പൊ അത് റോങ് ആൻസർ ആയിട്ടാ കാണിക്കുന്നത്. അതല്ലടാ, ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ മീസിൽസ് മംസ് റുബല്ല? മിസ്, പേജ് നമ്പർ 26 മംസ് എന്നുള്ളൊരു ഹെഡിങ്ങിന്റെ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇൻ ദ ഫോം ഓഫ് MMR എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റില് മംസ് മീസൽസ് റൂബല്ല എന്ന് ബ്രാക്കറ്റിലാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് കൊടുത്തത്. അത് വെച്ചിപ്പോ നമ്മള് ടെക്സ്റ്റ് ബുക്കിലെ പോലെ എഴുതാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയേ വരുള്ളൂ. ആണോ? ഇല്ല, നിങ്ങൾ മീസിൽസ് മംസ് റുബല്ല ഇവിടെ വാക്സിൻ താഴെയാണല്ലോ പറയുന്നത്. അവിടെ അസുഖങ്ങളാണ്, ഈ MMR എന്നുള്ള അസുഖങ്ങൾക്കുള്ള വാക്സിൻ. ഈ അസുഖങ്ങൾക്കൊക്കെയാണ് MMR എടുക്കുന്നതിനുള്ളൊരു മീനിങ് വരുന്നത്. ഫുൾ ഫോം മീസിൽസ് മംസ് റുബല്ല എന്നാണ്. കറക്റ്റ് ആൻസർ MCQ ഏതാ കിടക്കുന്നത്? മീസിൽസ് മംസ് റുബല്ല. മീസിൽസ് മംസ് റുബല്ലയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അത് കറക്റ്റ് നിങ്ങൾ കണ്ടില്ല അല്ലേ? അല്ല, ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ അവിടെ ഇങ്ങനെ കിടക്കണ കണ്ടതേ, മംസ്. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല തോന്നുന്ന ടെസ്റ്റ്, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഷെയർ ആകും കേട്ടോ. നോക്കി നിങ്ങള്, MMR പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ് മംസ് റുബല്ല. ഓക്കെ, ടേബിളിൽ അങ്ങനെയാണ്. ഫസ്റ്റ് പേജില് ഫോം എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് തിരിച്ചാ. അതിൽ മിസ്റ്റേക്ക് പറ്റിയതായിക്കോട്ടെ. നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മീസിൽസിന് മംസ് റുബല്ല എന്നാ കിടക്കുന്നത് MMR വാക്സിൻ. ഓക്കെ അല്ലേ? ഓക്കെ, അതൊന്ന് കറക്റ്റ് ആക്കിയാൽ മതി നിങ്ങൾ പഠിക്കുന്നതില്. നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞില്ലേ? അത് തീർന്നു. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എടുത്തോ? ഞാൻ ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, നോക്കട്ടെ. നമ്മള് ഇൻട്രൊഡക്ഷൻ എന്തോ പറയുമായിരുന്നു. ഇൻട്രൊഡക്ഷൻ പറയായിരുന്നോ? കംപ്ലീറ്റ് ചെയ്തു എന്നാ എഴുതിയിരിക്കുന്നത്. എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും.
സോ നമ്മള് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെ, നമുക്ക് ഒത്തിരി ഇമോഷൻസ് ഉണ്ട് അല്ലെ, നമ്മൾക്കും അതെ കുട്ടികൾക്കും അതെ ഒത്തിരി ഇമോഷൻസ് ഉണ്ട്. ഭയങ്കര എന്താ പറയാ, കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. സോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇമോഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത്? എന്തൊക്കെ ഇമോഷൻസ് ഉണ്ട് നമുക്ക്? ഹാപ്പി, സാഡ്, ആങ്കർ, ഫിയർ. ഓക്കെ, ആങ്കർ, ഫിയർ. കുട്ടികളുടെ ഇമോഷനിന് സ്ഥിരത ഉണ്ടായിരിക്കില്ല. ഇല്ല, ഭയങ്കര ചേഞ്ചിങ് ആയിരിക്കും, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്നായിരിക്കും ഒരാൾ നിനക്ക് അറിയുന്നത്, അപ്പൊ തന്നെ അടുത്ത നിമിഷം ചിലപ്പോൾ ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഭയങ്കര ലവ്, ജോയ്, ഹാപ്പിനെസ്, സാഡ്നെസ്, സർപ്രൈസ്. കുട്ടികൾക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ? ജസ്റ്റ് ഒന്ന് ചുമ്മാ നമ്മള് ഗിഫ്റ്റ് വാങ്ങിച്ച് ബോക്സിൽ പൊതിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. അതല്ലാണ്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് അത് ബോക്സിൽ പൊതിഞ്ഞ് റിബണൊക്കെ കെട്ടിയിട്ട് ഇന്ന് ഭാവിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സോ അവരുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളുടെ ഇമോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് അതിനെ വാല്യൂ ചെയ്തിട്ട് വേണം അവരായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഡീല് ചെയ്യാനായിട്ട്. ഇമോഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ റെസ്പോൺസ് ആണ്. മിസ്സേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റിന് ഇതിൽ കയറാൻ പറ്റണില്ലാന്ന് പറഞ്ഞു. ഇന്നലെ അതെ നമ്മുടെ ഈ ക്ലാസ് റൂമിൽ അതിനെ റിമൂവ് ചെയ്യുന്നു കാണിക്കണേന്നാ പറഞ്ഞു. ഇപ്പോഴും മെസ്സേജ് അയക്കണുണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റണില്ലാന്ന്. അതിനെന്താ ചെയ്യേണ്ടത്? ആളുടെ നമ്പർ ഒന്ന് അയക്കോ? ആ ഓക്കെ, അയക്കാം മാം. ഓക്കെ, മാം ഫസ്റ്റ് എയ്ഡിന്റെ എക്സാം ഇല്ലായിരുന്നോ? ഫസ്റ്റ് എയ്ഡിന്റെ എക്സാമില് മറ്റേ ഫെയിന്റിങ് ആവുന്നതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 3rd ക്വസ്റ്റ്യൻ. അതില് ഫെയിന്റിന്റെ സിംറ്റം ആയിട്ട് പെയിൽ ഫേസ് ആയിരുന്നു ആൻസർ, ഫേസ് പെയിൽ ആകുന്നത്. അതിന്റെ കൂടെ തന്നെ എക്സ്ട്രീം സ്വെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. അതും ഈ ഫെയിന്റ് ആവുന്നവരുടെ എക്സ്ട്രീം സ്വെറ്റിംഗ് ഫെയിന്റ് ചെയ്യുന്നതിന്റെ സിംറ്റംസ്. ഓക്കെ മാം, അത് ചെയ്ത് ഞാൻ നമ്പർ ഒന്ന് ടീമിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. One minute. ഓക്കെ, നിത്യ അപ്പൊ ഇതിനോട് കാര്യം പറയണം. നമ്മൾ ഗൂഗിൾ മീറ്റും അതേപോലെ തന്നെ ക്ലാസ് റൂമും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് കയറി നോക്കാനായിട്ട് പറയണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, മൃദുല അമ്മ പറഞ്ഞത് എന്തായിരുന്നു ഫസ്റ്റ് എയ്ഡിന്റെ ക്വസ്റ്റ്യനില്? മാം ഫസ്റ്റ് എയ്ഡിന്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ 3rd ക്വസ്റ്റ്യന് ഫെയിന്റ് ആവുന്ന ആളുടെ ലക്ഷണങ്ങളായിരുന്നു ചോദ്യം. തല കറങ്ങി വീഴില്ലേ, ഫെയിന്റിങ്.
അതിന്റെ സിംറ്റംസ് ആയിരുന്നു. അതില് പെയിൽ ഫേസ് എന്നതായിരുന്നു ആൻസർ. പക്ഷെ അതേ ഓപ്ഷൻസിൽ എക്സസീവ് സ്വെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രണ്ട് ആൻസർ തമ്മിൽ എനിക്ക് വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കി. കാരണം ഇത് രണ്ടും ഫെയിൻഡ് ആവുന്നവരുടെ ലക്ഷണമാണല്ലോ മാം. ഓക്കെ, എക്സസീവ് എന്താണ്? എക്സസീവ് സ്വെറ്റിംഗ് വിയർക്കുക. ഓക്കെ, സോറി, ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ചിലപ്പോ ഓപ്ഷൻ എങ്ങനെ ആ മാറിപ്പോകും, അറിയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ശരി മാം. ക്ലാസ്സിലേക്ക് വരാം. ആ ഓക്കെ മാം. ഓക്കെ. നമ്മൾ ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ കുട്ടികളുടെ ഇമോഷൻസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഉണ്ട്. ഓക്കെ, ഇമോഷൻസ് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് ഇമോഷൻസ് നമുക്ക് വരാറുണ്ട് ഇല്ലേ? എന്തൊക്കെയാണ്? ആങ്കർ, ഫിയർ, ജെലസി, വെറി, ലവ്, ജോയ്, ഹാപ്പിനെസ്, സാഡ്നെസ്, സർപ്രൈസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒരു കുട്ടിയുടെ ഇമോഷൻസ് ആർ എക്സ്പെഷ്യലി സിവിയർ ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. സിവിയർ ആയിരിക്കും, ഭയങ്കരമായിട്ട് സിവിയർ ആയിരിക്കും ഏർലി ചൈൽഡ്ഹുഡിലെ ഇമോഷൻസ് എന്ന് പറയുന്നത്. ഒരു ഡിസിക്വിലിബ്രിയം ആയിരിക്കും കുട്ടികൾക്ക്. ഇമോഷൻസിന്റെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവില്ല, എന്താ പറയാ, സ്ഥിരത ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ത് ഇമോഷൻസ് പറയുന്നത്, കുട്ടികളുടെ ഇമോഷൻസ്. സോ നമ്മളത് എന്ത് ചെയ്യണം? ദിസ് ഈസ് ദ ടൈം ഓഫ് ഡിസിക്വിലിബ്രിയം. When the children are not on when the children are not of focus in the theme that they are simply across to emotional eruptions. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവർക്ക് ഇമോഷണൽ ഇറപ്ഷൻസ് സംഭവിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഇമോഷൻസിൽ ഈ ഡിസിക്വിലിബ്രിയം വരാനുള്ള ചാൻസ് വരുന്നത്. ഓക്കെ, ഇനി വന്നു കഴിഞ്ഞാലോ, ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ അത്രയും എക്സ്ട്രീം ആയിരിക്കും, കഠിനായിരിക്കും, സിവിയർ ആയിരിക്കും. ഹാപ്പിനെസ് ആണെങ്കിൽ നമുക്ക് കുഞ്ഞു കുട്ടികള് ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടിയായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതൊരു ഇമോഷൻസും സിവിയർ ആയിരിക്കും കുട്ടികളിൽ വരുന്നത്. സോ നമുക്ക് ഇമോഷൻസ് എങ്ങനെയാണ്? അതേപോലെ തന്നെ സിവിയർ. ഇപ്പൊ ഭയങ്കര സങ്കടമാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയും, ഭയങ്കരമായിട്ട് കരയുന്നതായിരിക്കും, ഭയങ്കര സിവിയർ ആയിരിക്കും ഏർലി ചൈൽഡ്ഹുഡിൽ. ആ ഒരു ടൈം കഴിഞ്ഞ് ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷൻസ് എങ്ങനെയാണ്? ഡിസിക്വിലിബ്രിയം ആണ്. The severe emotionality in childhood is identified by temper and temper. ഭയങ്കര ഇതായിരിക്കും, കരടി, കോപമൊക്കെ ആയിരിക്കും. ഇന്റൻസ് ഫിയർ ചില സമയത്ത് കാണിക്കാറുണ്ട്, ഭയങ്കര പേടി കാണിക്കാറുണ്ട്. അൺറീസണബിൾ ഔട്ട്ബേഴ്സ്റ്റ് ഓഫ് ജെലസി, എന്ന് വെച്ചാല് പെട്ടെന്ന് അൺറീസണബിൾ ആയിട്ട് പെട്ടെന്ന് എന്താ പറയാ, ജെലസി ഒക്കെ വരുന്ന ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് മറ്റാരെങ്കിലും, ഇപ്പൊ പാരന്റ്സ് കണ്ടിട്ടുണ്ടാവും, എന്താ പറയാ, നമ്മളിപ്പോ നമ്മളുടെ കുട്ടീനെ എടുക്കാതെ വേറൊരു കുട്ടീനെ എടുത്ത് കൊഞ്ചിക്കുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും അവർക്ക് ആ ജെലസി ആ ഒരു സംഭവം വരുന്നത്. അപ്പൊ താഴെ പറയുന്നതാണ് പ്രീ സ്കൂൾ കുട്ടികളിൽ വരുന്ന ഇമോഷണലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. The following are the chief characteristics of emotion during preschool years. നമ്മുടെ പ്രീ സ്കൂൾ ഇയേഴ്സില് ഇമോഷൻസ് during early childhood, emotions appear more regularly and more severely. റെഗുലർ ആയിട്ട് ഇമോഷൻസ് കാണാറുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര സിവിയർ ആയിരിക്കും, കഠിനമായിരിക്കും. ചെറിയ ഒരു കാര്യത്തിന് പോലും അവർ ഭയങ്കരമായിട്ട് കരയുന്നതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഹാപ്പിനെസ്സും അങ്ങനെ തന്നെയാണ്. ചെറിയൊരു കാര്യത്തിനായിരിക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത്. ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ ടു കോൺസെൻട്രേറ്റ് ഒബ്ജക്റ്റ്. ഇമോഷൻസ് ചിലപ്പോൾ അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് നമ്മളോട് പറയാനായിട്ട് പറ്റില്ല. ചിലപ്പോ അവരുടെ കയ്യിലിരിക്കുന്ന ബോളോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളത് അവരെന്ത് ചെയ്യും, അത് ഇമോഷൻസ് വേറെ രീതിയിലായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ചിലപ്പോ അവർക്ക് വേണമെന്ന് പറയുന്ന സാധനം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് അവർ വലിച്ചെറിയും. അത് ചിലപ്പോൾ ഓരോ കാര്യങ്ങളിലൂടെയും നമ്മളോട് അവരത് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഇമോഷൻസ് ആർ ടെമ്പററി ആയിട്ടാണ് ഇമോഷൻസ് വരുന്നത്. ജസ്റ്റ് പെട്ടെന്ന് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും, ടോയ്സ് ഒക്കെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും. പെട്ടെന്നായിരിക്കും കരച്ചിൽ വരുന്നത്. നമ്മൾ പേടിച്ചു പോകും, എന്തെങ്കിലും കടിച്ചോ, എന്ത് പറ്റിയിട്ടാണ് കരയുന്നത്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ടെമ്പററി ആയിട്ട് വരുന്ന ഇമോഷനാണ്. എന്നുവെച്ചാൽ അവർക്ക് ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അവർ കരയും. കുട്ടികളാണല്ലോ, കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയാവുന്ന കാര്യമാണ് എന്ത്, പെട്ടെന്ന് അവർ കരയും. അപ്പൊ അല്ലെങ്കിൽ അവർക്ക് അമ്മനെ കാണണം എന്ന് വിചാരിക്കും, അപ്പൊ സങ്കടം വരുമല്ല, വിഷമമായിരിക്കും.
അപ്പൊ തന്നെ കരച്ചിൽ തുടങ്ങും. അപ്പൊ അവരുടെ ഇമോഷൻസ് അവനെ എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയില്ല. അവരെ പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. The emotions are temporary. The child shifts his emotion very quickly. ഞാൻ പറഞ്ഞില്ലേ, കുട്ടി പെട്ടെന്നായിരിക്കും ചിരിച്ച് കളിച്ച് വർത്തമാനം പറയുന്നത്. നമ്മളൊന്ന് കണ്ണുന്നത് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, പെട്ടെന്ന് കരച്ചിൽ നമ്മൾ ശ്രദ്ധിക്കും, കരയുന്നതായിരിക്കും കാണുന്നത്. So emotional expression is early childhood are severe in respective of the intensity of stimulants. നമ്മുടെ ചോദനകളുടെ സ്റ്റിമുലേറ്റ്സിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൊണ്ടാണ് ഏർലി ചൈൽഡ്ഹുഡില് ഇമോഷൻസ് എങ്ങനെയാവുന്നത്, സിവിയർ ആവുന്നത്. സങ്കടം വന്നാൽ ഭയങ്കര സങ്കടമായിരിക്കും, ഭയങ്കര കരച്ചിലായിരിക്കും. ചില കുട്ടികൾ എഴുതി കരയും. ഒരു 1.5 years ഒക്കെ ഉള്ള കുട്ടികളുള്ള പാരന്റ്സിന് അറിയാൻ പറ്റും, ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ പെട്ടെന്ന് സങ്കടം വരും. ഇങ്ങനെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്ന് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പൊ അത് ഭയങ്കര സിവിയർ ആയിരിക്കും. ഓക്കെ, ചിൽഡ്രൻസ് ടു ഹൈഡ് ദർ ഇമോഷൻസ്. മുതിർന്നവരെ പോലെ അല്ല കേട്ടോ കുട്ടികള്, അവർക്ക് ഹൈഡ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഇമോഷൻസ് അവർക്ക് ഹൈഡ് ചെയ്യാനായിട്ട് അറിഞ്ഞൂടാ. സോ ചിൽഡ്രൻസ് ഫെയിൽ ടു ഹൈഡ് ദർ ഇമോഷൻ ബട്ട് എക്സ്പ്രസ് ദം ഇൻഡയറക്ട്ലി ത്രൂ വേരിയസ് ആക്ടിവിറ്റീസ്. അവരെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, മറ്റ് ആക്ടിവിറ്റി ഇൻഡയറക്ട്ലി ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. അവർക്ക് സങ്കടം വന്നു, വിഷമം വന്നു, അവരെന്ത് ചെയ്യും, കരയും. ഇനി അവർക്ക് എന്ത് ചെയ്യും, പേടി വന്നു കഴിഞ്ഞാൽ നെയ്യിലെന്ത് കടിക്കുക ചെയ്യും. പിന്നെ ഇനി അമ്മനെ കാണാനായിട്ട് അമ്മനെ കാണുന്നില്ല, അപ്പൊ അമ്മനെ കാണുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു വിഷമം കൊണ്ട് എന്ത് ചെയ്യും, തമ്പെന്ന് സക്ക് ചെയ്യും. ചില കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് പറയുന്നത് തമ്പ് സക്ക് ചെയ്യും. തമ്പ് സക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുറെ നേരമായിട്ട് തമ്പ് സക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ അമ്മനെ കാണണം, അമ്മനെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ്. സ്പീച്ച് ഡിഫിക്കൽറ്റീസ്, നമ്മൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ വ്യക്തികളെ കാണുമ്പോൾ പേടിയൊക്കെ വരുമ്പോൾ, ഫിയർ ഒക്കെ വരുമ്പോൾ കുട്ടികൾക്ക് അത് പറയാനായിട്ടുള്ള സ്പീച്ച് ഡിഫിക്കൽറ്റീസ് കാണാറുണ്ട്. സോ ഇമോഷൻസ് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡില് സിവിയർ ആണ്. ഇമോഷൻസ് ഈ കുട്ടികൾക്ക്, ഈ സ്കൂൾ കുട്ടികളുടെ ഇമോഷൻസ് സിവിയറിലാണ്. പിന്നെന്താണ്, അവര് ഇമോഷൻസ് നമുക്ക് എങ്ങനെയാണ് സിവിയർ ആണെന്ന് പറഞ്ഞു, പല ടൈപ്പ് ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ഭയങ്കര കോപം, ഇന്റൻസീവ് ഫിയർ, അൺറീസണബിൾ ആയിട്ടുള്ള ഔട്ട്ബേഴ്സ് ഓഫ് ജെലസി, പിന്നെ എന്താണ് സാഡ്നെസ്, അങ്ങനെ പല രീതിയിൽ ഇമോഷൻസ് കുട്ടികൾ കണ്ടുവരാറുണ്ട്. അപ്പോ ഈ ഇമോഷൻസ് പ്രീ സ്കൂൾ കുട്ടികളിൽ വരുന്ന ഇമോഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇമോഷൻസ് അപ്പിയർ ചെയ്യുന്നുണ്ട് മോർ റെഗുലർലി ആൻഡ് സിവിയർലി. ഇമോഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പിയർ ചെയ്യുന്നുണ്ട്. അവർ എക്സ്പ്രസ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ഒബ്ജക്റ്റുകളിലൂടെ ആയിരിക്കും. ചിലപ്പോ അവർ ചോദിച്ച ബോൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത ആ ബോൾ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയും. സോ ദേ എക്സ്പ്രസ് ഇറ്റ്. ഇമോഷൻസ് ടെമ്പററി ആണ്. പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും, എന്തെങ്കിലും ഒരു മിഠായിയോ ടോയോ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ ഇമോഷൻസ് ടെമ്പററി ആണ്, പെട്ടെന്ന് ഷിഫ്റ്റ് ആകും, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഏർലി ചൈൽഡ്ഹുഡിൽ കുറച്ചും കൂടി സിവിയർ ആയിട്ടായിരിക്കും. സങ്കടം വന്നാലും ഭയങ്കര സങ്കടമായിരിക്കും, സന്തോഷം വന്നാലും ഭയങ്കര ഹാപ്പിനെസ്, കുറച്ച് സിവിയർ ആയിരിക്കും, കഠിനമായിട്ടായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ചൈൽഡിന്റെ ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്യില്ല. മുതിർന്നവർ ചിലപ്പോൾ ഇമോഷൻസ് ഹൈഡ് ചെയ്യും, നമുക്ക് തിങ്ക് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ കുട്ടികൾ ഹൈഡ് ചെയ്യാൻ അറിഞ്ഞുകൂടാ അവർക്ക്. സോ അവരത് ഇൻഡയറക്റ്റ്ലി ആയിരിക്കും നമ്മളോട് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് സങ്കടം വന്നാലോ വിഷമം വന്നാലോ ഒക്കെ എന്ത് ചെയ്യുക, അവർ ട്രൈ ചെയ്യാറ്. പിന്നെ ടെൻഷൻ വന്നാൽ നെയ്യ് ബീറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും പറഞ്ഞത് അമ്മേനെ കാണാൻ, സെപ്പറേഷനൊക്കെ അല്ല, അമ്മയായിട്ട് കുറെ നേരമായിട്ട് അമ്മനെ കണ്ടില്ല, അപ്പൊ വിഷമം വരാണെങ്കിൽ കുട്ടികൾ ആ വിഷമം എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, തമ്പ് സക്ക് ചെയ്തുകൊണ്ട്, കൈ സക്ക് ചെയ്തുകൊണ്ട്, വിരൽ സക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. പിന്നെ പുതിയതായിട്ട് വ്യക്തിനെ കാണുകയാണെങ്കിൽ സ്പീച്ച് ഡിഫിക്കൽറ്റീസ് ഒക്കെ കുട്ടികൾ കണ്ടുവരുന്നുണ്ട്. സോ നമ്മൾ ഇമോഷൻസ് ആണ് പറയുന്നത്. നോക്കാം. The emotional tie between infant and mother is a crucial factor in the social and emotional development of the growing child. നമുക്കറിയാം കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആരോടാണ്? കുട്ടികൾക്ക് ഇൻഫന്റിന് ഏറ്റവും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആരോടാണ്? അമ്മയോടാണ് അല്ലെ? ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നത് ആരാണ്? അമ്മയാണ്. ഈ അമ്മയായിട്ടാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ബോണ്ട് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്, അമ്മയും കുട്ടി തമ്മിലുള്ള ബോണ്ട് എന്ന് വെച്ചാൽ വളരെ നല്ലതാണ്, നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇമോഷണൽ ടൈ ഉണ്ട് അവർ തമ്മിൽ. ചിൽഡ്രൻസ് എക്സിബിറ്റ് എ സൈൻ ഓഫ് ഫിയർ, ആൻസൈറ്റി ഇൻ ദ പ്രസൻസ് ഓഫ് സ്ട്രേഞ്ച് പേഴ്സൺ.
നിങ്ങൾ ചിലപ്പോൾ വീട്ടിലൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരാണ്, അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ വരാണെങ്കിൽ പെട്ടെന്ന് കുഞ്ഞു കുട്ടികൾ അവർ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി അവർ എന്ത് ചെയ്യും, ഒരു സേഫ്റ്റി സീക്ക് ചെയ്യാനായിട്ട് നോക്കും. ഒരു ചെറിയ പേടിയായിരിക്കും. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വ്യക്തിനെ കാണുകയാണെങ്കിൽ കുട്ടികളിൽ ഒരു ചെറിയ ഭയം ഉണ്ടാവാറുണ്ട്. സോ ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഫിയർ നമ്മൾ പറയുന്നത് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്നാണ്. ഓക്കെ, നമുക്ക് ഇമോഷൻസ്, കുട്ടിയും അമ്മയും തമ്മിൽ വളരെ ബോണ്ട് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. കുട്ടികളിൽ കണ്ടുവരുന്ന 2 ആൻസൈറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ്. പുതുതായിട്ട് ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ഭയം വരാൻ ചാൻസ് ഉണ്ട്. പുതുതായിട്ട് ടോയ്സ്, ഇവിടെ ടോയ്സ് എന്ന് പറയാൻ കാരണം സ്ട്രേഞ്ച് പേഴ്സൺ, സ്ട്രേഞ്ച് ഒബ്ജക്റ്റിനെ കണ്ട കുട്ടികൾക്ക് ഭയങ്കര ഫിയർ ആയിരിക്കും. ഞാൻ സ്ട്രേഞ്ച് ഒബ്ജക്റ്റിന്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോള് ഈ ഒരു പ്രായത്തില് ഒരു പാട്ടൊക്കെ പാടുന്ന ലൈറ്റിന്റെ തെളിയുന്ന ഒരു കളിപ്പാട്ടാണ്. അത് കാണുമ്പോ കരച്ചിട്ട് പേടിയും വരുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ കാണുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മനസ്സിലായി ഈ ഒരു ഒബ്ജക്റ്റ് കാണുമ്പോഴാണ് ആള് കരയുന്നത്. ഞാൻ വീണ്ടും അത് എടുത്ത് തന്നെ കാണിച്ച് ആ സ്ട്രേഞ്ച് എന്നുള്ളൊരു പ്രശ്നം മാറ്റി. അവർക്കത് കാണുമ്പോ പിന്നെ ഭയമില്ല. റിപ്പീറ്റ് ആയിട്ടത് കാണുകയാണെങ്കിൽ ആ ഒരു ഭയം ഉണ്ടാകില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ കാണുകയാണെങ്കിൽ ഒരു പേടി അവരിൽ ഉണ്ടാവും. ആ ഒരു ആൻസൈറ്റി, ആ ഒരു ഫിയറിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ കുട്ടികളിൽ സ്ട്രേഞ്ച് ആയിട്ട് പേഴ്സണെ അല്ലെങ്കിൽ പ്രസൻസോ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കുട്ടികൾ അനുഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് അവർ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ കൊറോണയുടെ സമയത്ത് ജനിച്ച കുട്ടികളുണ്ടല്ലോ, കോവിഡിന്റെ സമയത്ത് ജനിച്ച കുട്ടികളിലാണ് ഈ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ജനിച്ച കുട്ടികളെന്നല്ല, കൊറോണയുടെ സമയത്ത് ഒരു എന്താ പറയാ, ആ ടൈമിലത്തെ കുട്ടികൾക്കാണ് ഈ കൂടുതലായിട്ട്, ആ ടൈമിൽ ജനിച്ച കുട്ടികൾക്കാണ് ഈ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ മോള് കോവിഡിന്റെ സമയത്താണ്, ഫസ്റ്റ് ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്താണ് എന്ത് ചെയ്തത്, ജനിച്ചത്. അപ്പോ ആൾക്ക് ഞങ്ങൾ എല്ലാവരായിട്ടും കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ഹസ്ബൻഡ്, അമ്മ, അച്ഛനൊക്കെ ആയിട്ട് കമ്പനിയാണ്, സംസാരിക്കും. ഞങ്ങൾ എടുക്കുന്നൊന്നും പ്രശ്നമില്ല. അതേപോലെ തന്നെ എന്റെ ഫാമിലിയിൽ അച്ഛനമ്മയും അനിയത്തിക്ക് എടുക്കുന്നൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ വീട്ടിൽ പുറത്തുനിന്ന് ആൾക്കാർ വരുമല്ലോ, വിരുന്നുകാരായിരിക്കും. നമ്മൾ കോവിഡ് ഒക്കെ കഴിഞ്ഞപ്പോ ആ സമയത്ത് നമ്മൾ ഒട്ടും ആരായിട്ട് കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ഫംഗ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഫെസ്റ്റിവൽസിനൊന്നും പോകുന്നില്ലായിരുന്നു. സോ അവർക്ക് ആരെങ്കിലും പുതിയതായിട്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കരച്ചിലായിരിക്കും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവര് വന്ന് എടുക്കാനൊക്കെ വരുമല്ലോ, അപ്പൊ അവള് ഭയങ്കരമായിട്ട് കരച്ചിലായിരിക്കും. കാരണം സ്ട്രേഞ്ച്, അവളെ സംബന്ധിച്ച് അതൊരു സ്ട്രേഞ്ച് പേഴ്സൺ ആണ്. അവള് അത് എന്ത് ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ അപ്പൊ എനിക്ക് മനസ്സിലായി അത് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ് അവർക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം കോവിഡിന്റെ സമയത്ത് നമ്മൾ അധികം എന്ത് ചെയ്യുന്നില്ല, സോഷ്യൽ ഇവന്റ്സോ അങ്ങനെയൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്കാരായിട്ട് അവർക്ക് ഇടപെടാൻ പ്രശ്നങ്ങൾ. അതേപോലെ ട്രാവൽ ചെയ്യില്ലായിരുന്നു ഇല്ലേ, കോവിഡിന്റെ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യില്ലായിരുന്നു. അപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യുന്നത് പേടിയാണ്. നമ്മൾ വണ്ടിയിൽ, ടൂ വീലറിൽ ഇരുന്ന് അധികം ദൂരം പോയി കഴിഞ്ഞാൽ കരച്ചിലായിരിക്കും, ഭയങ്കര പ്രശ്നമായിരുന്നു നമുക്കത്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫെസ്റ്റിവൽസ്, അതേപോലെ മാരേജ് ഫംഗ്ഷൻസ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. അപ്പൊ അവള് കൂടുതലായിട്ട് ആൾക്കാരെ കണ്ട് ആ ഒരു സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്നുള്ള പ്രശ്നം മാറി. ട്രാവലിങ്ങിന് പ്രശ്നം ഉണ്ടായിരുന്നു, ട്രാവൽ ചെയ്യാനായിട്ട് ആൾക്ക് പേടിയായിരുന്നു. സോ ഞങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ട്രാവൽ ചെയ്തു. ഇപ്പൊ ആള് എന്താ പറയാ, ട്രാവൽ ചെയ്ത് തന്നെ ആ ഒരു ഫിയർ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആൾ ഓക്കെയാണ്. ആൾക്ക് എത്ര ആൾക്കാരെ കണ്ടാലും പേടിയൊന്നുമില്ല. ആളങ്ങോട്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നടന്നോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യ സമയങ്ങളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളെ കാണുമ്പോ, അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കാണുമ്പോൾ ഒരു പേടി ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പ്രശ്നം അവർക്കില്ല. സോ ഈ ആൻസൈറ്റീസ് സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് 2 ആൻസൈറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആണ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെയോ വസ്തുക്കളെയോ കാണുമ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന, കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫിയറിനെയാണ് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ അടുത്തൊരു ആൻസൈറ്റി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനിരിക്കായിരിക്കും. ഇനി ജൂൺ 1 ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികളെയൊക്കെ നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്നാക്കില്ലേ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, പ്ലേ സ്കൂളിലേക്കൊക്കെ ആക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ. അപ്പോ ഫസ്റ്റ് ഡേ അങ്ങനെ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് കുട്ടി ഭയങ്കര കരച്ചിലായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മള് നഴ്സറിയിലോ
കിൻഡർ ഗാർഡനിലോ കുട്ടികളെ കൊണ്ടുവന്ന് ആക്കി നമ്മള് അവിടെ ആക്കിയിട്ട് അല്ലെങ്കിൽ അവിടെ ചേർത്തതിന് ശേഷം നമ്മൾ ഇവിടെ മാറുമ്പോൾ കുട്ടി ഭയങ്കര കരച്ചിലായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നിങ്ങള്? അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഇത്രയും നാള് എല്ലാ കാര്യത്തിനും കുട്ടിയുടെ ഒപ്പം സപ്പോർട്ടായിട്ട് അവർ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതിന് വേണ്ടി ഫുൾ സപ്പോർട്ട് കൊടുത്ത് ആരുണ്ടായിരുന്നു അവരുടെ കൂടെ? അമ്മ ഉണ്ടായിരുന്നു ഇല്ലേ? അമ്മ ഉണ്ടായിരുന്നു. അപ്പോ അവളെ കൊണ്ടുവന്നാക്കി അമ്മ പോകുമ്പോ അവന്റെ മനസ്സിലെന്താണ്? ഒരു പേടി വരാണ്. അയ്യോ നീ ഞാൻ ഇവിടെ വെക്ക്. ആ ഒരു സെപ്പറേറ്റ് ആകുന്നുണ്ടല്ലോ. അമ്മയും കുട്ടിയും തമ്മിൽ ഒരു നല്ല ബോണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഇമോഷണൽ ടൈ ഉണ്ട്. അവർ തമ്മിൽ ഒന്ന് അകലുമ്പോ ആ ഒരു സെപ്പറേഷന്റെ പ്രശ്നം, ആ ഒരു ഫിയർ അവർക്ക് വരാണ്. ഞാൻ ഇനി എങ്ങനെയാ അമ്മ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാ? പെട്ടെന്ന് ആ ഒരു സെപ്പറേഷൻ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആ ഒരു ടൈമിലുള്ള ഒരു ഫിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പാരന്റ്സും മിക്കവരും അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കുട്ടികൾ നമ്മള് എന്താ പറയാ നഴ്സറിയിലോ സ്കൂളിലോ ഒക്കെ കൊണ്ടുവന്നാക്കിയതിനു ശേഷം എന്ത് ചെയ്യണു? ആ ഒരു ഫീലിംഗ്, ആ ഒരു വിഷമം, ആ ഒരു സങ്കടം ഒക്കെ എന്തുകൊണ്ടാണ്? ഈ സെപ്പറേഷൻ ആൻസൈറ്റി ഉള്ളതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങൾ പുതിയതാണ്. ന്യൂ എൻവയോൺമെന്റിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. അവര് ഇത്രയും നാൾ കെയർ ടേക്ക് ചെയ്തിരുന്നത് അല്ലെങ്കിൽ കെയർ ചെയ്തിരുന്ന ആരായിരുന്നു? അമ്മയാണ്. അമ്മയില്ല എന്നുള്ളൊരു വിഷമം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി കുട്ടികൾ പ്രകടിപ്പിക്കുന്നത്. സോ ആദ്യം അവർക്ക് ഈ സെപ്പറേഷൻ ആൻസൈറ്റി ഉണ്ടാകും. ദെൻ കണ്ടിന്യൂസ് ആയിട്ട് അവർ ആ ഒരു സ്ഥലം, ആ ഒരു എൻവയോൺമെന്റിലേക്ക് എപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോണ്ടാക്ട് മുഖേന ഈ സെപ്പറേഷൻ ആൻസൈറ്റി കുറഞ്ഞ് ഇല്ലാതെയായിട്ട് പോകും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ സെപ്പറേഷൻ ആൻസൈറ്റി, ഇമോഷണൽ ആൻസൈറ്റി എന്നുള്ളത്. സോറി, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്നുള്ളത്. Emotional tie between infant and mother is a crucial factor in the social and emotional development of growing child. ഒരു ഗ്രോയിങ് കുട്ടി, വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഈ നമ്മളുടെ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഇമോഷണൽ ടൈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ചിൽഡ്രൻസ് എക്സിബിറ്റ് സൈൻ ഓഫ് ഫിയർ ആൻഡ് ആൻസൈറ്റി ഇൻ പ്രസൻസ് ഓഫ് സ്ട്രേഞ്ച് പേഴ്സൺസ്. ഈ കുട്ടികള് ഒരു ടൈപ്പ് ഓഫ് ഫിയർ ആൻഡ് ആൻസൈറ്റീസ് കാണിക്കാറുണ്ട്. എപ്പോഴാണ്? പ്രസൻസ് ഓഫ് സ്ട്രേഞ്ച് പേഴ്സൺസ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളെ കാണുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഫിയറും ആൻസൈറ്റിയും കാണിക്കാറുണ്ട്. ഈ ഒരു ഫിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്. The children exhibit sign of fear and anxiety in the presence of strange person, and immediate reaction of the children is seeking the security of their mother. അവർ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്തായിരിക്കും? പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാം, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് സെക്യൂരിറ്റി സേഫ് ആയിട്ട് നിൽക്കാനായിട്ട് നോക്കും. അവർ അമ്മയുടെ അടുത്ത് പോയിട്ട് ആ ഒരു സേഫ്റ്റിയിലേക്ക് നിൽക്കാനായിട്ട്, അമ്മയുടെ കെയറിൽ നിൽക്കാനായിട്ട് ശ്രമിക്കും. സോ ഇതെന്താണ്? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്നാണ് പറയുന്നത്. പുതുതായിട്ടൊരു വസ്തുവിനെ, ഒരു വ്യക്തിനെ കാണുമ്പോൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിയർ ആണ് എന്ത്? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. There is another source of anxiety. ഇനി വേറൊരു ആൻസൈറ്റി കൂടി ഉണ്ട്. That comes which is known as separation anxiety. മറ്റൊരു ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി. നോക്കി, children will cry and feel upset when they do not find their mother. അവർ അമ്മേനെ കാണാണ്ടാകുമ്പോ അപ്പൊ അവർ പെട്ടെന്ന് കരയും. അതേപോലെ തന്നെ പെട്ടെന്ന് അപ്സെറ്റ് ആവും. അമ്മനെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് എന്ത് ചെയ്യും? അപ്സെറ്റ് ആവും. സോ അത് എന്ത് ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ്? സെപ്പറേഷൻ ആൻസൈറ്റി ആണ്. നമ്മൾ രണ്ട് ആൻസൈറ്റിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പേഴ്സണെ കാണുമ്പോൾ കുട്ടികൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിയർ ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. ആൻഡ് ദെൻ പറഞ്ഞത് എന്താണ്? സെപ്പറേഷൻ ആൻസൈറ്റി. എന്താണ്? കുട്ടികൾ അമ്മയായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി. അപ്പൊ പെട്ടെന്ന് കുട്ടിയുടെ കരയും. പെട്ടെന്ന് അമ്മനെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ എന്തായിരിക്കും? കുട്ടികൾ പെട്ടെന്ന് കരയും, അല്ലെങ്കിൽ ഫീൽ ഓഫ് അപ്സെറ്റ്, ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും. ഓരോ ഞാൻ പറയുന്നത് തമ്പ് സഖ്യം. ചില കുട്ടികൾ ഈ സെപ്പറേഷൻ ആൻസൈറ്റി ടൈമിൽ തമ്പ് സഖ്യാറുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? അവർക്ക് അമ്മേനെ കാണണം, അല്ലെങ്കിൽ അമ്മേനെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? തമ്പ് സെർച്ച് ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികളുടെ കാര്യം പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്താണ്, സെപ്പറേഷൻ ആൻസൈറ്റി എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി പ്രീ സ്കൂൾ
preschoolers continue to rely on their mother or caregiver for approval and attention. നമ്മള് പ്രീ സ്കൂൾ കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് നമ്മളുടെ മദറിന്റെയോ കെയർ ടേക്കറിന്റെയോ അറ്റൻഷൻ കിട്ടണം, അപ്രൂവൽ കിട്ടണം എന്നൊക്കെ എല്ലാ കാര്യത്തിലും സമ്മതിക്കണം, അതേപോലെ അറ്റൻഷൻ കിട്ടണം എന്നൊക്കെ ഭയങ്കര ആയിട്ട് നിർബന്ധമുള്ളവരാണ് ആര് പ്രീ സ്കൂൾ കുട്ടികൾ. പ്രീ സ്കൂൾ കുട്ടികളുടെ ഏജ് ഏതാണ് അറിയോ? ഏജ് ബിറ്റ്വീൻ ഏജ് ഓഫ് പ്രീ സ്കൂൾ സ്റ്റുഡന്റ് 2.5 മുതൽ മാസമുണ്ട്. 3 to 6 ആണ് പ്രീ സ്കൂൾ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ അടുത്തേക്ക് മോൺസോറി നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ പ്രീ സ്കൂൾ സ്റ്റുഡൻസ് ആയിരിക്കും. 3 to 6 ഇയേഴ്സിലെ കുട്ടികളായിരിക്കും. ഓക്കെ, അപ്പൊ പ്രീ സ്കൂൾ കുട്ടികൾ എന്ന് പറഞ്ഞാല് എപ്പോഴും അമ്മയുടെയും അല്ലെങ്കിൽ കെയർ ഗിവറിന്റെ ആരാണോ അവരുടെ കെയറും അറ്റൻഷൻ കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരാണ്. They exhibit their dependency by sticking to the person or and crying when left with someone. അപ്പോ കുട്ടികൾ എന്താണ് അവര് എപ്പോഴും ഡിപ്പെൻഡന്റ് ആയിട്ടാണ്. കുട്ടികള് 3 to 6 ഇയേഴ്സിലെ കുട്ടികൾക്ക് ഒറ്റയ്ക്കും കാര്യം ചെയ്യാനായിട്ട് അറിയില്ല. സോ അവരെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും. ആരെ? കെയർ ഗിവറിനെയോ മദറിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും. ഇനിയിപ്പോ അമ്മ കുട്ടീനെ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് എങ്ങാനും എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കരയൂര്. അവര് വേറെ ആരെങ്കിലും അടുത്തേക്ക് കൊടുത്ത് ക്രൈങ് വെൻ ലെഫ്റ്റ് വിത്ത് സമ്മൺ, ആരെങ്കിലും ഒപ്പം കുട്ടീനെ കളിപ്പിക്കുമ്പോ ആരാണ് എന്താ പറയാ നമ്മുടെ വീട്ടിലെ മെമ്പർ ആണെങ്കിൽ പോലും പെട്ടെന്നായിരിക്കും കരച്ചിൽ തുടങ്ങുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മള് കുട്ടിയുടെ ഒപ്പം ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരും ഹാപ്പി ആയിട്ട് ഇരുന്ന് കളിക്കുന്നതൊക്കെ ആയിരിക്കും നമ്മള് അവരുടെ കൺമുമ്പിൽ ഉണ്ടെങ്കിൽ. ദെൻ നമ്മളൊന്ന് ജസ്റ്റ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് കരയുന്നത് കാണാം. അതെന്താണ്? അവർക്ക് ആ ഒരു ഭയം, എന്താണ് ഒരു എന്താ പറയാ ഒരു സെപ്പറേഷൻ എന്നുള്ള ഒരു ഫിയർ വന്നിട്ടാണ്, സെപ്പറേഷൻ ആൻസൈറ്റി വന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നമുള്ളത്. This dependency behavior gradually decrease as children grow older. ഈ ഡിപ്പെൻഡൻസി എല്ലാ കാര്യങ്ങൾക്കും അമ്മ വേണം എന്നുള്ള ഒരു ഡിപ്പെൻഡൻസി, ആ ഒരു ബിഹേവിയർ അവർ വലുതായി കഴിയുമ്പോൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞ് അതിലില്ലാതെയായിട്ട് മാറും. കോമൺ ഇനി സാധാരണയായിട്ട് കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫിയറുകളാണ് നമ്മൾ പറയുന്നത്. കോമൺ ഫിയർ എമംഗ് ദ ചിൽഡ്രൻസ് ആർ ടുവേർഡ്സ് ലൗഡ് വോയിസ്. ഒത്തിരി സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര കരച്ചിലായിരിക്കും. ആദ്യം ഫസ്റ്റ് ടൈമിലൊക്കെ കുട്ടി ജനിച്ച ഉടനെ ഈ എന്താ പറയാ പ്രഷർ കുക്കറിന്റെ വോയിസ് ഉണ്ടല്ലോ, അത് കേട്ട ചില കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കും. അതേപോലെ തന്നെ മിക്സിയുടെ സൗണ്ട് കുട്ടികൾക്ക് പേടിയായിരിക്കും. അപ്പൊ ലൗഡ് നോയ്സ് ഭയങ്കര പേടിയായിരിക്കും. ഡാർക്ക് റൂംസ്, ഡാർക്ക്നെസ്, ഇരുട്ടിനോട് അവർക്ക് പേടിയായിരിക്കും. എന്റെ മോന് രാത്രി ആയി കഴിഞ്ഞാല് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരിക്കും. വീടിന്റെ അകത്ത് തന്നെ ഇരിക്കുള്ളൂ. അവൻ ആ ഡാർക്ക്നെസ് ഭയങ്കര പേടിയായിരിക്കും. പിന്നെ സ്ട്രേഞ്ച് അനിമൽസിനോട് പേടിയുണ്ടാവും. സ്ട്രേഞ്ച് പേഴ്സൺസിനെ കണ്ടാൽ പേടിയായിരിക്കും. ഞാൻ പറഞ്ഞ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയുടെ കാര്യം പറഞ്ഞേ. പ്ലേസ്, പുതിയതായിട്ട് അവര് പുതിയ പ്ലേസിലേക്ക് വരുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും. ഒബ്ജക്ട്സ്, പുതിയതായിട്ടൊരു വസ്തു കാണുകയാണെങ്കിൽ അത് പേടിയായിരിക്കും. സ്ട്രേഞ്ച് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നോർമലി നമ്മളുടെ വീടല്ല, നമ്മളിപ്പോ നമ്മള് എന്താ പറയുക എവിടെയെങ്കിലും വിസിറ്റിന് പോവാണ്, അല്ലെങ്കിൽ നമ്മള് എവിടെയെങ്കിലും എന്താ പറയാ ഒരു വിസിറ്റിന് പോകുമ്പോ അവിടുത്തെ സ്ഥലമായിട്ട് അവർക്ക് പെട്ടെന്ന് അറ്റാച്ച് ആവില്ല. അപ്പൊ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. ഞാൻ ഇത് നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോ ചെറിയ കുട്ടികളാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും. ഫസ്റ്റ് ഡേ ഭയങ്കര കരച്ചിലായിരിക്കും. ഭയങ്കര പ്രശ്നമാണ്. കാരണം അവരുടെ പ്ലേസ് അല്ലല്ലോ, അവർക്ക് സ്ട്രേഞ്ച് ആണ് ആ പ്ലേസ്. 1-2 ദിവസത്തിനുള്ളിൽ അത് നോർമലാണ്. അത് ആ ഒരു പെട്ടെന്ന് അവർക്ക് വന്ന ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള ഫിയർ ആണ് അത് കാണിക്കുന്നത്. നമ്മൾ എന്താ പറയുക, കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ഫിയർ ആണ് ലൗഡ് നോയ്സുകൾ, ഡാർക്ക്നെസ്, അനിമൽസ്, സ്ട്രേഞ്ച് പേഴ്സൺ, പ്ലേസ്, ഒബ്ജക്റ്റ് ഒക്കെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഫിയർ വരാനുള്ള ചാൻസ് ഉണ്ട്. The children cry at one moment and the next moment they become happy. ഞാൻ പറഞ്ഞ പോലെയാണ്, കുട്ടികൾ ഒറ്റ നിമിഷം കൊണ്ട് മാറുമാണ്. പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ചോക്ലേറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിരിക്കാൻ ഭയങ്കര ഹാപ്പി ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. Their emotions are transient and intense. It is voluntary to change ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. Children vary in their emotions. അവരുടെ emotions ചേഞ്ച് ചെയ്യാണ്. This variation
depends on the state of physical health and social and emotional environment at the home. ആ കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇമോഷൻസ്. ഈ വേരിയേഷൻസ് അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഹോമിലെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്ത് ഈ ഒരു വേരിയേഷൻസ്. അപ്പൊ വേരി ചെയ്യുന്നുണ്ട്, വോളണ്ടറി ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമോഷൻസ് എന്താ പറയാ, പെട്ടെന്ന് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും പെട്ടെന്നായിരിക്കും ഹാപ്പി ആകുന്നത്. നന്നായിട്ട് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും അവർക്ക് തോന്നുന്നത് അങ്ങനെ കാണുന്നില്ലല്ലോ, അപ്പൊ ഇരുന്ന് കരയുന്നതാണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് ഡിസ്കസ് ചെയ്ത് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇമോഷൻസ് എന്ന് പറഞ്ഞാല് ഏർലി ചൈൽഡ്ഹുഡിൽ കുറച്ച് സിവിയർ ആയിട്ടാണ്, കുറച്ച് കഠിനമായിട്ടാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് വരുന്നത്. ആ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിക്ലിബ്രിയം ആണ് കുട്ടികളുടെ ഇമോഷൻസ്. നമുക്ക് ഒരു സന്തുലിതാവസ്ഥയിലാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടികൾ ഒത്തിരി ഇമോഷൻസ് വരുന്നുണ്ട്. ടെമ്പർ, കോപം, കലി, ഇന്റൻസ് ഫിയർ, ഭയങ്കര ഭയമായിരിക്കും, അൺറീസണബിളി ഭയങ്കര ജെലസി ആയിരിക്കും, ഹാപ്പിനെസ് കാണാൻ പറ്റും, സാഡ്നെസ് കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഇമോഷൻസ് കുട്ടികൾ വരുന്നുണ്ട്. ഇനി ഇമോഷൻസിന്റെ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രീ സ്കൂൾ സ്റ്റുഡൻസിന്റെ ഇമോഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവര് എങ്ങനെയാണ്, കൂടുതൽ റെഗുലർലി ആയിരിക്കും, കുറച്ചുകൂടി സിവിയർ ആയിരിക്കും, റിപ്പീറ്റ് ആയിട്ട് അവർക്ക് ആ ഇമോഷൻസ് വരും. പിന്നെ കുറച്ച് കഠിനമായിരിക്കും അവരുടെ ഇമോഷൻസ്. ഇനി അവരത് എക്സ്പ്രസ് ചെയ്യുന്ന കോൺസെൻട്രേറ്റ് ഒബ്ജക്ട്സ്, അവർ മെയിൻ ആയിട്ട് ഒബ്ജക്ട്സ്, ഇപ്പൊ ആ ഒരു ബോള് കിട്ടിയില്ലെങ്കിൽ അത് അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുത്ത് അവർ എന്ത് ചെയ്യും, വേണ്ട എന്നുള്ള രീതിയിൽ അത് ഉപേക്ഷിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇമോഷൻസ് ടെമ്പററി ആണ്, പെട്ടെന്നായിരിക്കും ഇമോഷൻസ് ഷിഫ്റ്റ് ആകുന്നത്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും പെട്ടെന്ന് ഇരുന്ന് കരയുന്നത്. സോ അവരുടെ ഇമോഷൻസ് ടെമ്പററി ആണ്. പിന്നെ ഇമോഷൻസ് ഏർലി ചൈൽഡ്ഹുഡിൽ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എന്താണ് എക്സ്പ്രസ് ചെയ്യും. ആ കുട്ടികൾ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യും. പിന്നെ അവർക്ക് ഹൈഡ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഇമോഷൻസ് നമ്മളെ പോലെ മുതിർന്നവർക്ക് ഹൈഡ് ചെയ്യാൻ അറിയുന്ന പോലെ കുട്ടികൾക്ക് ഹൈഡ് ചെയ്യാൻ അറിഞ്ഞൂടാ. അവർ എന്ത് ചെയ്യും, അത് എക്സ്പ്രസ് ചെയ്യും. ഇൻഡയറക്ട്ലി ആയിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അവർക്ക് സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ, വിഷമം വന്നു, സങ്കടം വന്നു, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കരയായിരിക്കും ചെയ്യുന്നത്, ക്രൈങ് ആയിരിക്കും. ഇനി അവർക്ക് ടെൻഷൻ, ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നെയിൽ ബീറ്റ് ചെയ്യും. അങ്ങനെ കാണുന്നില്ല. സെപ്പറേഷൻ ആൻസൈറ്റി ഒക്കെ വരാണെങ്കിൽ അവരെന്ത് ചെയ്യും, തമ്പൊക്കെ സഖ്യം. പിന്നെ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തിനെയോ പേഴ്സൺസിനെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്പീച്ച് ഡിഫിക്കൽറ്റീസ്, സംസാരിക്കാൻ പറ്റില്ല, സ്പീച്ച് ഡിഫിക്കൽറ്റീസ് ഒക്കെ കാണിക്കാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് 2 ടൈപ്സ് ഓഫ് ആൻസൈറ്റീസ് ആണ് ഈ ഒരു ഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു പോർഷൻ ആണ് എന്ത് ആൻസൈറ്റി എന്ന് പറയുന്നത്. ആൻസൈറ്റി കുട്ടികൾ കണ്ടുവരുന്ന 2 കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആൻസൈറ്റീസ് ആണ്. ഒന്ന് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, നെക്സ്റ്റ് സെപ്പറേഷൻ ആൻസൈറ്റി ആണ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെയോ അല്ലെങ്കിൽ ഒബ്ജക്ട്സോ പ്ലേസ് ഒക്കെ കാണുമ്പോൾ അവർക്കൊരു പേടി, ഒരു ഫിയർ വരാറുണ്ട്. അതിനെയാണ് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഈ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി വരാണെങ്കിൽ അവർ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ ചെയ്താൽ അവരുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും, സെക്യൂർഡ് ആയിട്ടിരിക്കാനായിട്ട് നോക്കും. ഇനി കുട്ടി അമ്മേനെ കാണുന്നില്ല, സെപ്പറേഷൻ, അമ്മയും കുട്ടി തമ്മിൽ നമുക്ക് അറിയുള്ളൂ നല്ലൊരു ഇമോഷണൽ ടൈ ഉണ്ട് ഇൻഫന്റും മദറും തമ്മിൽ. സോ അമ്മേനെ കാണുന്നില്ല, അല്ലെങ്കിൽ കെയർ ഗിവറിനെ കാണുന്നില്ലെങ്കിൽ അവർക്ക് ഫീൽ ഓഫ് സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യാനുള്ള ചാൻസസ്. സോ അവരെ ചിലപ്പോൾ കരയും, ചിലപ്പോൾ എന്ത് ചെയ്യും, അപ്സെറ്റ് ആയിരിക്കും, ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, തമ്പ് സത്യായിരിക്കും. ഇതൊക്കെയാണ് കുട്ടികൾ കണ്ടുവരുന്ന സെപ്പറേഷൻ ആൻസൈറ്റിയുടെ ലക്ഷണങ്ങൾ. ഈ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആൻസൈറ്റീസ് ആണ് എന്താണ്, ലൗഡ് നോയ്സിനോടുള്ള ഭയം, ഡാർക്ക്നെസ്സിനോടുള്ള ഭയം, അനിമൽസും സ്ട്രേഞ്ച് പേഴ്സൺസിനോടുള്ള ഭയമൊക്കെ കുട്ടികൾ കണ്ടുവരാറുണ്ട്. ഇത്രയുമാണ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയ എല്ലാവരും.
നിത്യ ഇടയ്ക്ക് ഡൗട്ട് ചോദിച്ചോട്ടെ, ആ കുട്ടിക്ക് ജോയിൻ ആകാൻ പറ്റും മാളവികയ്ക്ക്? ഞാനിവിടെ നോക്കിയിട്ട് മാളവിനെ കാണുന്നില്ല മിസ്സേ. ആണ്. ഞാൻ ഒരു മെസ്സേജ് ഒന്ന് അയക്കട്ടെ. ഒന്ന് ചോദിച്ചു നോക്കുക. എന്നിട്ട് ജോയിൻ ആകാൻ പറ്റിയില്ലെങ്കിൽ ടെക്നിക്കൽ ടീമിനോട് അല്ലെങ്കിൽ അവരോട് കോൺടാക്ട് ചെയ്യാൻ പറയട്ടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന്. മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ട് മിസ്സേ. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്താണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിനെ കുറിച്ച് മനസ്സിലായത്? അതേപോലെ സെപ്പറേഷൻ ആൻസൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായതെന്ന് ആരെങ്കിലും ഒരാള് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരാൾ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിനെ കുറിച്ച് മനസ്സിലായതും പറയാം, ഒരാൾ സെപ്പറേഷൻ ആൻസൈറ്റിനെ കുറിച്ച് മനസ്സിലായതും പറയാം. ഓക്കെ, പറയാം മേഡം. അമ്പിളി പറഞ്ഞോളാം. ഏതാ പറയുന്നേ? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി പറയാം. പറഞ്ഞോട്ടോ. ഓൺവേർഡ്സ് ഇംഗ്ലീഷില് നമ്മള് ടെസ്റ്റ് വായിച്ച് റീഡ് ഒന്നും ചെയ്യണ്ട, മൂലം മനസ്സിലായത് എന്താണോ അത് മാത്രം പറഞ്ഞാൽ മതി. സാധാരണ പ്രീ സ്കൂൾ കുട്ടികളിൽ കണ്ടുവരുന്ന കുറച്ച് വളർച്ചയെത്തിയ പ്രീ സ്കൂൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ഈ ആങ്സൈറ്റിയിൽ പെട്ടതാണത്. അതില് 2 തരം ആങ്സൈറ്റിയാണ് വരുന്നത്. പ്രീ സ്കൂൾ കുട്ടികളിൽ മാത്രമല്ല, കോമൺ ആയിട്ട് കുട്ടികൾ കണ്ടുവരുന്ന ആൻസൈറ്റി ആണ്. എനിക്ക് തോന്നുന്നു ഒരു 3 months മുതൽ കണ്ടുവരുന്ന ആൻസൈറ്റിയിൽ വരുന്നതാണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി കേട്ടോ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ കണ്ടുവരുന്നതാണ്. അതിൽ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറഞ്ഞാല് നമ്മള് പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോൾ ഉള്ളതാണ്. കുട്ടികളിൽ അനുഭവപ്പെടുന്ന ഒരു തരം കുട്ടികൾക്ക് പെട്ടെന്ന് വരുന്ന ഒരു തരം മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒതുങ്ങി പോവാനും, പിന്നെ അപ്പൊ അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ ബാക്കിൽ പോയിട്ട് ഒളിക്കുക, അങ്ങനെ പിന്നെ വീടുകളിലേക്കൊക്കെ പിന്നെ ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് തന്നെ ഇപ്പോ ആരെങ്കിലും അതിഥികളൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾ റൂമിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിക്കുക. അങ്ങനെ ഇത് നമുക്ക് സാധാരണ അറിയണ കാര്യമാണ്. പക്ഷെ ഇത് ലെസണിൽ പഠിക്കുമ്പോൾ ഇതേപോലെ വിവരിക്കാൻ നമുക്ക് പറ്റില്ല. ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് വരുന്ന കാര്യമാണ്. നമ്മുടെ കുട്ടികളിലൊക്കെ എല്ലാ ചെറിയ കുട്ടികളാകുമ്പോൾ എല്ലാ കുട്ടികൾക്കും കണ്ടുവരുന്ന കാര്യമാണ്. പിന്നെ അവര് ഒരുമിച്ചിട്ടിരുന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും അവരെ ഒരുമിച്ചിട്ടിരിക്കില്ല, ഭയങ്കര വാശിയാവും. പിന്നെ നമ്മള് ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല, നമ്മളെ ഒക്കത്തുനിന്ന് ഇറങ്ങുകയോ ചെയ്യില്ല അവര്. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അവരോട് ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലും ഒരു ഫ്രീ ആയിട്ട് അവരോട് ഇടപഴകാൻ പറ്റില്ല. അങ്ങനെ ഉള്ള പിന്നെ അവര് രാവിലെ വന്നിട്ട് വൈകിട്ടാണ് പോകുന്നതെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ അവരായിട്ട് മിങ്കിളായിട്ട് വരും. വൈകുന്നേരം ആകുമ്പോഴേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ മിങ്കിളായിട്ട് വരും. അത് വരണ ആൾക്കാരുടെ ഒരു ബിഹേവിയറിനനുസരിച്ചിട്ടിരിക്കും. കാരണം അവര് എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുട്ടികളുടെ ഇതില് മാറ്റം വരും. അവരങ്ങനെ കുട്ടികളുടെ അടുത്ത് സംസാരിക്കും കളിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ അങ്ങനെ തന്നെയാവും. അല്ല അവര് ഈ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ഇടപഴകണ രീതിക്ക് അനുസരിച്ചിട്ട് കുട്ടികളുടെ ഇതിൽ മാറ്റം വരും. അതാണ് എനിക്ക് മനസ്സിലായത് മാഡം. ഓക്കെ, ഞാൻ അപ്പൊ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതിൽ വന്നിട്ട് പറഞ്ഞു കേട്ടോ. ഇനി സെപ്പറേഷൻ ആൻസൈറ്റി ആരാ പറയുന്നത്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ആരാ പറയുന്നേ? എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി. എനിക്ക് എന്താണ് അതിനെ കുറിച്ച് മനസ്സിലായത്? ആരും സംസാരിക്കില്ലേ? ഇപ്പൊ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. വെച്ചാൽ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കുമ്പോ എന്റെ മോള് പറയുമായിരുന്നു, എനിക്ക് ഡോക്ടർ ആവണ്ടേ, എനിക്ക് പഠിക്കാൻ പോകണ്ടേ, എന്റെ വീട്ടിലിരിക്കാൻ മതി എന്നൊക്കെ പറയണ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കുന്നു. അത്രയും കരഞ്ഞാണ് സ്കൂളിലൊക്കെ അംഗനവാടിയിൽ കൊണ്ടാക്കിയിരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ യൂട്യൂബിലാണെങ്കിലും റീൽസ് ഒക്കെ കാണാറില്ലേ, എനിക്ക് അമ്മേനെ കാണണം, വീട്ടില് വിരുന്നുകാര് വന്ന് വീട്ടിൽ പോണോന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഇത് വെച്ചാല് കുട്ടികള് അമ്മേനെ പിരിഞ്ഞു നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. അപ്പൊ അത്രയും നമ്മൾ പിടിച്ചു വലിച്ചേറ്റി സ്കൂളിൽ കൊണ്ടിരുത്തണം. അംഗനവാടിയിലാണെങ്കിലും പ്രീ സ്കൂളിലാണെങ്കിലും കുട്ടികളെ കൊണ്ടിരുത്തണം. അപ്പൊ അവരുടെ ആ ഒരു കരച്ചിലും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമമാവും. തിരിച്ചു വീട്ടിൽ കൊണ്ടുവരാനൊക്കെ നമുക്ക് തോന്നും. അതാണ് ഈ സെപ്പറേഷൻ. നമ്മളിൽ നിന്ന് പറിച്ചാണല്ലോ കൊണ്ടുവന്ന് ഇരുത്തണത്.
നമ്മുടെ ചിലപ്പോ വീട്ടിലത്തെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വെച്ചാല് കുരുത്തക്കേട് അത്രയും കുസൃതി ആയിരിക്കുള്ളൂ. എന്റെ മോളെ തന്നെ 2 വയസ്സിൽ ഞാൻ അംഗനവാടിയിൽ കൊണ്ടിരുത്തിയാണ്. ഇളയതിനെ പ്രസവിച്ച് കിടന്നപ്പോഴത്തേക്ക് ഇതിന് കാലെ പിടിച്ച് വലിക്കും. കാലെ പിടിച്ച് വലിച്ച് ഇളയ കുട്ടീനെ കാലെ പിടിച്ച് വലിച്ച് താഴത്തോട്ട് ഇടാൻ നോക്കും. അപ്പൊ ഞാൻ 2 വയസ്സിൽ കൊണ്ടുവന്ന് അംഗനവാടിയിൽ കൊണ്ടിരുത്തിയ ആളാ. അങ്ങനെ അപ്പൊ അതാണ്. അതെന്താ സംഭവം എന്നറിയാമോ? ഇളയ കുട്ടികളോട് പെട്ടെന്ന് ദേഷ്യം വരാൻ കാരണം ഇത്രയും നാള് ആളായിരുന്നല്ലോ എന്ത് ചെയ്തിരുന്നത്, കെയർ ഫുൾ കാര്യങ്ങളും മൂത്ത് കുട്ടിക്കാണല്ലോ കിട്ടുന്നത്. പെട്ടെന്ന് അതൊന്ന് ഷിഫ്റ്റ് ആയപ്പോ ആ ഒരു വിഷമം കൊണ്ടാണ് അവർ ഉപദ്രവിക്കുന്നത്. അല്ലാതെ അവർക്ക് സ്നേഹക്കുറവോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇല്ല അതറിയാം. പക്ഷെ പേടി വലിച്ചിടുമ്പോ നമുക്ക് 2 വരെ കൂടെ 3 അതൊക്കെ നോക്കാനായിട്ട് പറ്റില്ല. അത് നല്ലതാണ്. ആ സമയത്ത് ഒരു സപ്പോർട്ട് കിട്ടണം, നല്ലതാണ്. അപ്പൊ നമ്മള് സെപ്പറേഷൻ ആൻഡ് സേഫിനെ കുറിച്ചും റേഞ്ചേഴ്സ് ആൻഡ് സേഫിനെ കുറിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് സൈൻ ഔട്ട് ആരാ പറയുന്നേ? മൊത്തത്തില് ആളുകൾ കുറവാണ്. സൈൻ ഔട്ട് സൈൻ ഇനും പ്രയർ ഒന്നും ചെയ്യാൻ ആരുമില്ല. പിന്നെ ചെയ്തവരും പറഞ്ഞവരും തന്നെ ഇങ്ങനെ പറയണ്ടേ. മൊത്തത്തില് കുറവാണ് എല്ലാത്തിനും. കാരണം അത് പ്രശ്നമില്ല. നമ്മൾ നല്ല ആക്റ്റീവായിട്ട് സൈൻ ഔട്ട് സൈൻ എന്നൊക്കെ പറയാം. ഉള്ളവർ എന്തായാലും ചെയ്യാം. ചിലപ്പോ അവരെക്കാളും കൂടുതൽ നമുക്ക് നല്ല ഡെവലപ്മെന്റ് നമുക്ക് വരുമല്ലോ. നമുക്ക് നമ്മളുടെ പെർഫോമൻസ് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം നാളെ ഒരു ദിവസം നിങ്ങൾ പോയിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പേടിയില്ലാണ്ട് നല്ല കോൺഫിഡൻസോട് കൂടി ഇപ്പൊ പ്രെയർ സോങ് ആയാലും ആക്ഷൻ സോങ് ആയാലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, അതേപോലെ ക്ലാസ്സിൽ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നതിന് മാർക്ക് വീഴുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങളത് എൻറ്റർ ചെയ്യും. അത് 100-ലൊക്കെയാണ് മാർക്ക് വരുന്നത്. അപ്പോ നിങ്ങളത് നോക്കി കണ്ടിട്ടൊക്കെ പെർഫോം ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ലൈവ് ക്ലാസ് കാണാത്തവർക്കാണെങ്കിൽ അതിൻ്റെതായ ആക്ടിവിറ്റീസ് ആയിരിക്കും തരുന്നത്. വൈകിയുടെ ഒക്കെ സമയത്ത് ആക്ടിവിറ്റീസ് തരും. ഓക്കെ, അപ്പോ ഞാൻ തന്നെ സൈൻ ഔട്ട് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഞാൻ ചെയ്യാം. ഓക്കെ, മുദസ്സിർ ചെയ്തു. ആരാ പറയുന്നേ? മുന്താസ്, രേഷ്മ, അമ്പിളി. 3 പേര് വന്നേ. അപ്പോഴത്തേക്ക് ആരാന്നറിയില്ല. പിള്ളേരെ വരാനും ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ ചെയ്യാം. രേഷ്മ. എനിക്ക് നെറ്റ് ക്ലിയർ ഇല്ല. കേൾക്കുന്നുണ്ടോ പറയുന്നേ? ക്ലിയർ ആണ്, പറഞ്ഞോളാം. നമ്മളിത് യൂണിറ്റ് 3-ലെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ കുട്ടികളിൽ വരുന്ന വൈകാരികമായ മാറ്റങ്ങൾ, സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അപ്പോൾ വളരെ വ്യക്തമായി നല്ല രീതിയിൽ തന്നെ മിസ് ക്ലാസ് എടുത്തു. അതിന് മിസ്സിന് നന്ദി പറയുന്നു. ക്ലാസ്സിൽ എല്ലാവരും ആക്റ്റീവായിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായി. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പോയ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു.